ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्द राधा कान्द नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। कृष्ण तुदीय पद पंकज पंजरांधम अद्वैव मे विशदु मानस राजहंसा प्राण प्रयाण समये कपवाद भित्ते कंठावरोधन विधो स्मरणं कुदस्ते। गुरुवे गौरचंद्राय राधिकाय तदारे कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत। നമ്മള് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. സോ നമ്മൾ ഇന്ന് മുകുന്ദമാല സ്തോത്രം 42ാമത്തെ ശ്ലോകമാണ് വായിക്കുന്നത്. ചിത്തം നൈവ നിവർത്തതേ ക്ഷണമപി ശ്രീകൃഷ്ണ പാദാംബുജാൻ നിന്ദന്തു പ്രിയ ബാന്ധവ ഗുരുജന ഗൃണാതു മുഞ്ചന്തു വാ ദുർവാദം പരിഘോഷയന്തു മനുജാ വംശേ കലാങ്കോസ്തു വാ താദൃക് പ്രേമ ധരാനുരാഗ മധുനാ മത്തയാ മാനം തുമേ. ഓക്കെ, ശരണി മാതാജി. ഹരേ കൃഷ്ണ. ചിത്തം നൈവ നിവർത്തതേ ക്ഷണമപി ശ്രീകൃഷ്ണ പാദാംബുജാൻ നിന്ദന്തു പ്രിയ ബാന്ധവ ഗുരുജന ഗൃഹ്ണന്തു മഞ്ജന്തു വാ ദുർവാദം പരിഘോഷയന്തു മനുജ വംശേ കളങ്കോസ്തു വാ താദൃക് പ്രേമധരാനുരാഗ മധുന മത്തായ മാനം തുമേ. ഹരിബോൾ. കൃഷ്ണ. സുഭാഷിണി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചിത്തം നൈവ നിവർത്തതേ ക്ഷണമപി ശ്രീകൃഷ്ണ പാദാംബുജാൻ നിന്ദന്തു പ്രിയ ബാന്ധവ ഗുരുജന ഗൃഹ്ണന്തു മഞ്ജന്തു വാ ദുർവാദം പരിഘോഷയന്തു മനുജ വംശേ കളങ്കോസ്തു വാ താദൃക് പ്രേമധരാനുരാഗമധുന മത്തായ മാനം തുമേ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. നിഷ മാതാജി. ഹരേ കൃഷ്ണ. ചിത്തം നൈവ നിവർത്തതേ ക്ഷണമപി ശ്രീകൃഷ്ണപാദാംബുജാൻ നിന്ദന്തു പ്രിയബാന്ധവാ ഗുരുജനാ ഗൃഹ്ണന്തു മഞ്ജന്തു വാ ദുർവാദം പരിഘോഷയന്തു മനുജാ വംശേ കളങ്കോസ്തു വാ തത്താദൃക് പ്രേമധരാനുരാഗമധുനാ മത്തായ മാനം തുമേ. ഹരേ കൃഷ്ണ. ആൻഡ് ഗാർഗി മാതാജി. ഹരേ കൃഷ്ണ. ചിത്തം നൈവ നിവർത്തന്തെ ക്ഷണം അപി ശ്രീകൃഷ്ണ പാദാംബുജാൻ നിന്ദന്തു പ്രിയ ബാന്ധവാ ഗുരുജന ഗൃണന്തു മുഞ്ചന്തു വാ ദുർവാദം പരിഘോഷയന്തു മനുജ വംശേ കലങ്കോ അസ്തു വാ താദൃക് പ്രേമ ധരാനുരാഗമധുനാ മത്തായ മാനം തുമേ. ബോൾ. കവിരൂപ മാതാജി. ഹരേ കൃഷ്ണ. കവിരൂപ മാതാജി ഉണ്ടോ അവിടെ?
ഓക്കെ, കുഴപ്പമില്ല. എൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ ഉണ്ടോ സുഭാഷി മാതാജി? ഹരേ കൃഷ്ണ. എന്റെ മനസ്സിന് ശ്രീകൃഷ്ണ പാതാരവിന്ദങ്ങളിൽ നിന്ന് ഒരു നിമിഷം പോലും വിട്ടു നിൽക്കാൻ കഴിയില്ല. അതിനാൽ എന്റെ ഉറ്റവരും ഉടയവരും എന്നെ വിമർശിച്ചു കൊള്ളട്ടെ. മുതിർന്നവർ എന്നെ സ്വീകരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യട്ടെ. സാധാരണ ജനങ്ങൾ എന്നെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിച്ചു കൊള്ളട്ടെ. എന്റെ കുടുംബത്തിന്റെ അന്തസ്സ് നശിച്ചു കൊള്ളട്ടെ. ഈശ്വര പ്രേമത്തിന്റെ പ്രളയത്തെ ആസ്വദിച്ചറിയാൻ കഴിയുക എന്നത് എന്നെ പോലെയുള്ള ഉന്മത്തന് വലിയ ബഹുമതിയായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് ഭഗവാനോട് അനുരാഗത്തിന്റെ മധുരസ്മരണകൾ എനിക്ക് പകർന്നു തരുന്നു. ഹരേ കൃഷ്ണ. My mind cannot turn from Sri Krishna's lotus feet even for a moment. So let my dear ones and other relatives criticize me. My superiors accept or reject me as they like. The common people spread evil gossip about me, and my family's reputation be sullied. For a madman like me, it's honor enough to feel this flood of love of Godhead, which brings such sweet emotions of attraction for my Lord. എന്താണ് കുലശേഖർ ആൾവാർ പറയുന്നത്? സൊസൈറ്റി, നമ്മുടെ കുടുംബാംഗങ്ങളെ, മറ്റു ചുറ്റുമുള്ളവരെ, നമ്മുടെ ഫ്രണ്ട്സ്, ബന്ധുമിത്രാദികളെ എല്ലാവരും എൻ്റെ ഈ അനുരാഗത്തെ, ഭഗവാനുള്ള അനുരാഗത്തെ, പ്രേമത്തെ, സ്നേഹത്തെ അപലപിക്കും, അതിനെപ്പറ്റി പഴി പറയും. പക്ഷെ അതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഒരു നിമിഷം പോലും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നിന്ന് എൻ്റെ ആ ധ്യാനം എടുക്കില്ല, മാറ്റില്ല എന്നാണ് പറയുന്നത്. ആര് വേണം എന്നെ ക്രിട്ടിസൈസ് ചെയ്യട്ടെ. നമുക്കറിയാം, നമ്മൾ കൃഷ്ണാവബോധത്തിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ഇത്രയും കാലമായിട്ട് പ്രാക്ടീസ്, ഇപ്പോഴും നമ്മുടെ കുടുംബാംഗങ്ങൾ, ചില ആൾക്കാരുടെ കുടുംബാംഗങ്ങളെ ഒക്കെ, അവരുടെ ഫ്രണ്ട്സ്, സൊസൈറ്റിയിലുള്ള ആൾക്കാർ എല്ലാവരും നമ്മളെ കളിയാക്കാറുണ്ട്, അല്ലേ, പരിഹസിക്കാറുണ്ട്. എന്താണ്, ഇവർക്ക് വേറെ ഒരു ഇതുമില്ല, ഇവർക്ക് ശരിക്കും തലയ്ക്ക് വട്ട് പിടിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ആദ്യമാണ് ചില ഫാമിലീസൊക്കെ അവർക്ക് പരിവർത്തനം, നമ്മളുടെ ഒരു അസോസിയേഷൻ കാരണം അവരും ഇതിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ മിക്ക ആൾക്കാരും എന്താണ്, അതിനെ നമ്മൾ എതിർക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നമ്മൾക്ക് ജീവിക്കാൻ അറിയില്ല, ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ഇത് ആസ്വദിക്കാതെ അവര് എപ്പോഴും മാലിന്യം ജപിച്ച് ഇരിക്കുന്നു. എന്ത് കിട്ടാനാണ്? ജീവിതം ആസ്വദിക്കാനുള്ളത്, മനുഷ്യജന്മം എന്തിനാ തന്നിരിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് വാദങ്ങളായിട്ട് നമ്മുടെ അടുക്ക് ഇപ്പോഴും വരുന്ന ആൾക്കാരുണ്ടായിരിക്കും, ഇല്ലേ? അങ്ങനെ എത്രയോ ആൾക്കാരില്ലേ? നമുക്കില്ലെങ്കിലും നമുക്ക് പരിചയത്തിലുള്ള ആൾക്കാരും അങ്ങനെ ഇല്ലേ? പ്രഭു, അതിനെപ്പറ്റി നമ്മളും കേൾക്കുന്നുണ്ട്. നമ്മളുടെ അറിവിലുള്ള മറ്റുള്ള ഭക്തന്മാരും കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് സാധാരണ കാരണം എന്താണ്? കലിയുഗമാണ്. ധർമ്മത്തിനെ അധർമ്മമായിട്ടും അധർമ്മത്തിനെ ധർമ്മമായിട്ടും കാണുന്ന സമയമാണ്. ഓക്കെ, നമ്മൾ ഒരു ക്ലബിൽ പോവുകയാണെങ്കിൽ, സൊസൈറ്റിയിൽ ഇങ്ങനെ വേണം, അല്ലെ? പാർട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെ വേണം ആൾക്കാർ. നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ഇതൊക്കെ പഴഞ്ചൻ സ്വഭാവമാണ്. അമ്പലത്തിലേക്ക് പോയി എന്തിനാ? ഇതൊന്നും പാടില്ല. പക്ഷെ നേരെ മറിച്ച് പാർട്ടിക്ക് പോവാം, ക്ലബിൽ പോവാം, സിനിമയ്ക്ക് പോവാം, എന്ത് വേണമെങ്കിൽ, അതായത് അനാവശ്യമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാം. അതെല്ലാം ഒരു സൊസൈറ്റി സ്റ്റാറ്റസിന് നല്ലതാണ്. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് മദ്യ ഷോപ്പിൽ പോകുന്ന കാലാണ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മള്? ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചിട്ട് മദ്യ ഷോപ്പിൽ. അതായത് നമ്മുടെ അറിവിലുള്ള ഒരു ഡിവോട്ടിയുടെ വീട്ടിലെ കാര്യം പറയുന്നു. ഭാര്യയും ഭർത്താവും കൂടിയിട്ട് അവരുടെ റിലേഷനില് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചിട്ട് പോകുന്നു. ആലോചിച്ച് നോക്കൂ. അങ്ങനത്തെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അധർമ്മം എന്തും ചെയ്യുന്നു, അത് സ്റ്റാറ്റസ് ആണ്, അത് സൊസൈറ്റിയിൽ ഇപ്പം നിലവിലുള്ളതാണ്. നാടോടുമ്പോൾ നടുവേ ഓടണം എന്നൊരു ചൊല്ലാണ് അവർ പറയുക, വാദം, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ നടുവിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഇവിടെ കുലശേഖർ ആൾവാർ പറയുന്നത്, ആൾക്കാർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ബന്ധുജനങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, സൊസൈറ്റി എന്ത് വേണമെങ്കിൽ നമ്മളെ പഴിച്ചോട്ടെ, പക്ഷേ ഞാൻ ഒരു നിമിഷം പോലും ഭഗവാന്റെ തൃപ്പാദിൽ നിന്ന് എൻ്റെ ആ ഒരു ധ്യാനം
ഭഗവാനുള്ള എൻ്റെ ആ ഒരു സ്നേഹം, അത് എസ്പെഷ്യലി എന്താ പറയുക, ദിസ് ഫ്ലഡ് ഓഫ് ലവ് ഓഫ് ഗോഡ് ഇറ്റ് ഞാൻ നിൽക്കില്ല, മാറ്റം ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ദൃഢ നിശ്ചയം അദ്ദേഹത്തിനുണ്ട്. ഇതല്ലാതെ നമ്മളെ ഒന്നും സംരക്ഷിക്കില്ല. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമ്മള് ആ ടോട്ടൽ സമർപ്പണം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഭൗതിക ലോകത്ത് നിന്ന് ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് നമുക്ക് മോക്ഷം കിട്ടൂ, നമുക്ക് ഭഗവാനെ നിരന്തരമായിട്ട് സേവിക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് നല്ല കൺവിക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെ പോലുള്ള ആൾക്കാരെ, അതായത് സ്പിരിച്വലി ഓറിയന്റഡ്, സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ കുലശേഖരന്മാർ നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത്. ബാക്കി ഭൗതിക ജീവിതം ഒരുപാട് കാലങ്ങൾ, ഒരുപാട് ജന്മത്തിൽ നമ്മൾ ആസ്വദിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ്. ഈ മനുഷ്യ ജന്മം പാഴാക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇത് കൂടെ തരാണ്. ഇപ്പൊ അതുകൊണ്ട് സോ ലെറ്റ് മൈ ഡിയർ വൺസ് ആൻഡ് അതർ റിലേറ്റീവ്സ് ക്രിട്ടിസൈസ് മീ, ക്രിട്ടിസൈസ് ചെയ്യട്ടെ, ഒരു കുഴപ്പമില്ല. എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് ധർമ്മമാണ്, ഞാൻ ചെയ്യുന്നത് ഒരു മനുഷ്യൻ ചെയ്യേണ്ട ധർമ്മമാണെന്ന് നല്ല കൺവിക്ഷൻ, നല്ല ബോധ്യം എനിക്ക് വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആര് എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല. അതേപോലെ നമ്മളെല്ലാവരും ഒരുപാട് ക്രിട്ടിസൈസ് ഉണ്ടായിരിക്കാം, ഒരുപാട് ആൾക്കാർ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും, ഓക്കെ, പരിഹസിക്കും. അതൊന്നും ചെവി കൊടുക്കാൻ പാടില്ല. ഇത് കൂടെ കേട്ടിട്ട് ഇത് കൂടെ വിടുക, അത്രയേ ഉള്ളൂ. നമ്മൾക്കറിയാം ഗുരു സാധു ശാസ്ത്രം എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ ശാസ്ത്ര ഗ്രന്ഥം എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. അപ്പൊ അത് പ്രകാരം ജീവിക്കുക, അതാണ് ഒരു മനുഷ്യ ജന്മത്തിൽ കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം. മറ്റുള്ളവർക്ക് അതിന്റെ ഭാഗ്യം കിട്ടിയിട്ടില്ല, സുഹൃത്ത് കിട്ടിയിട്ടില്ല. അപ്പൊ അവർക്ക് ആ വിവരമില്ലാത്തതുകൊണ്ട്, അജ്ഞത കൊണ്ട് അവർ പലതും പറയും. അതൊന്നും ചെവി കൊള്ളാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. So King Kulashekara again expresses his lack of concern about suffering ill repute due to his intense devotion to Lord Krishna. ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഭക്ത പ്രോഗ്രസ്സിനനുസരിച്ചിട്ട് അവരുടെ ഇന്റൻസിറ്റി ഓഫ് ഡിവോഷൻ കൂടിക്കൊണ്ടിരിക്കും, അല്ലെ? ഇപ്പൊ നമ്മളൊക്കെ തുടക്കക്കാരാണ്, 24 മണിക്കൂറും നമുക്ക് ഭഗവാന്റെ കാര്യങ്ങളിൽ മുഴുകി ജീവിക്കാൻ പറ്റില്ല. ഭഗവാനെ സ്മരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടി സ്മരിക്കാൻ പറ്റുന്നില്ല. അത്രയും കൽമശങ്ങൾ നമ്മുടെ മനസ്സിലെ സ്റ്റോർ ഹൗസിൽ ഉണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ നാശത്തിന്റെ ആ ഒരു പ്രൊപ്പോർഷനേറ്റിലാണ് നമ്മൾക്ക് പ്രോഗ്രസ് വരിക. ഇവിടെ നമ്മളുടെ മനസ്സിലെ കൽമശങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സ്പിരിച്വൽ പ്രോഗ്രസ് കൂടിക്കൊണ്ടിരിക്കും. അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാമജപം ചെയ്യുന്നത്. അപ്പൊ നാമജപം വളരെ സിൻസിയറായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൽമശങ്ങൾ, കാമക്രോധ ലോഭ മോഹമതമാശ്ചര്യങ്ങള് പതുക്കെ നശിക്കും. അപ്പൊ നമ്മളുടെ ഫേം ഫെയ്ത്തും കൺവിക്ഷനും ഭഗവാനുള്ള സ്നേഹവും പ്രേമവും അതേപോലെ ഭഗവാനെ സേവനവും ഇതെല്ലാം കൂടും. അപ്പോ കൃഷ്ണപ്രേമം ലവ് ഓഫ് ഗോഡറ്റ്, ഓക്കെ, ഇതിന്റെ നിർവചനം, ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഫ്ലഡ് ഓഫ് ലവ് ഓഫ് ഗോഡറ്റ്. വാട്ട് ഈസ് ലവ് ഓഫ് ഗോഡറ്റ്? നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന, അവിടെ കുലശേഖര ആൾവരും പറയുന്നുണ്ട്, it is honor enough to feel this flood of love of Godhead, which brings such sweet emotions of attraction for my Lord. എന്താണ് ലവ് ഓഫ് ഗോഡെഡ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ന് എപ്പോഴും മനസ്സിൽ ഭഗവാന്റെ സ്മരണ നിലനിർത്തുക. എപ്പോഴും ഭഗവാന്റെ സ്മരണം നിലനിർത്തുക. ഓക്കെ, യെസ്, റൈറ്റ്, വെരി ഗുഡ്. വേറെ എന്തെങ്കിലും? ഉത്തമ ഭക്തി വിത്ത് സ്വരൂപ ലക്ഷണം rather than തടസ്ഥ ലക്ഷണം. ഉത്തമ ഭക്തി, ആ ഉത്തമ ഭക്തിയുടെ നിർവചനം, ഡെഫിനേഷൻ ആണ് ചോദിക്കുന്നത്. ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള, ഭഗവാനോടുള്ള ആ സ്നേഹത്തെ, ആ പ്രേമം ആസ്വദിക്കാനുള്ള കഴിവ് ഭഗവാൻ കൊടുക്കുന്നത് ഭഗവാന്റെ കൃപയല്ലേ പ്രഭു? ഭഗവാനെ കുറിച്ച് അറിയാനുള്ളൊരു അറിവ് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, തെറ്റൊന്നുമില്ല. ഇനിയും കൂടുതൽ ഭഗവാനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ സ്മരണയില് ആസ്വദിച്ചു കഴിയാതെ അതല്ലേ ഭക്തി പ്രഭു? നമ്മുടെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാതെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കുക. ഓക്കെ, ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നല്ല, അതെല്ലാം പോയിന്റ് ആണ്.
പക്ഷെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഭഗവാന്റെ കരുണ നമ്മളിൽ ഉണ്ടാവാൻ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ചുരുക്കത്തില് അതിന്റെ ഡെഫിനേഷൻ പറയുമ്പോ നമ്മൾ ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുക, ഭഗവാനെ ഉപാസിക്കാൻ ശ്രമിക്കുന്നവരെ സേവിക്കുക, ഭഗവാൻ ഇഷ്ടമുള്ളവരെ, ഭഗവാൻ പ്രേമിക്കുന്നവരെ സ്നേഹിക്കുക. ഇതെല്ലാം ലവ് ഓഫ് ഗോഡ്, ലവ് ഓഫ് കൃഷ്ണയാണ്. അപ്പൊ എന്തൊക്കെയാണ്? നമ്മൾ ഭഗവാനെ സ്നേഹിക്കുക. ഭഗവാനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനെ സേവിക്കണം. അതായത് സ്നേഹം സേവനത്തിലൂടെ നടക്കുള്ളൂ, അല്ലേ? ഞാൻ പറയാണ്, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു, പക്ഷെ ഞാൻ ഒന്നും അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് ആവശ്യമുള്ള ഒന്നും നിറവേറ്റി കൊടുക്കുന്നില്ല. അപ്പൊ ആ സേവനം എൻ്റെ എന്തിനാണ്? ലിപ് സർവീസ് മാത്രമായുള്ളൂ. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, അതനുസരിച്ച് ഞാൻ സേവ ചെയ്യണം. അപ്പോ ലവ് ഓഫ് ഗോഡ്, ലവ് ഓഫ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഭഗവാനെ സ്നേഹിക്കുക, സേവിക്കുക. അതുപോലെ ഭഗവാന്റെ ഭക്തന്മാരോടും ഞാൻ സ്നേഹിക്കണം, അല്ലേ? ഐ ലവ് അനിമൽസ്. ഞാൻ ചില ആൾക്കാർ പറയും, കേട്ടിട്ടുണ്ട്, ഐ ലവ് അനിമൽസ് ബട്ട് ഐ കിൽ ദം ആൻഡ് ഈറ്റ് ദെയർ മീറ്റ്. ശരിയാണോ അത്? if you love animals, how can you inflict pain upon them? How can you slaughter them? So if you love anybody, you have to meet their desires, or you have to serve them as they need, as they require, as they desire. അപ്പൊ നമ്മൾ ഭഗവാനെ സ്നേഹിക്കുക പറഞ്ഞാൽ ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുക, ഭഗവാന്റെ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ സേവിക്കുക, ഭഗവാൻ ആരെ സ്നേഹിക്കുന്നു അവരെ സ്നേഹിക്കുക. അപ്പൊ ഭഗവാൻ പ്രപഞ്ചത്തിലെ എല്ലാവരെയും സ്നേഹിക്കുന്നു. കാരണം ഭഗവാന്റെ മക്കളാണ് എല്ലാവരും. മനുഷ്യന് മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളെയും നമ്മൾ സ്നേഹിക്കണം ഇൻ ദ സെൻസ് നമ്മൾ ചെന്നിട്ട് സിംഹത്തെ കെട്ടിപ്പിടിക്കണം എന്നല്ല പറയുന്നത്. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി ഹസ്തിനി സുനി ചൈവ സ്വപാകേച്ച പണ്ഡിത സമദർശന. ഇവരെല്ലാവരെയും ഒരു പണ്ഡിതൻ ഒരേപോലെ കാണുന്നു. അവർ വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്, അതായത് ശരീരം ധരിച്ചിട്ടുണ്ട്. അതിന്റെ ബേസിൽ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല. എല്ലാം ഭഗവാന്റെ പുത്രന്മാരാണ്, കുട്ടികളാണ് എന്ന് നമ്മൾ കാണണം. അവരെ നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല, അവർക്ക് നമ്മൾ പെയിൻ ഇൻഫ്ലിക്റ്റ് ചെയ്യാൻ പാടില്ല. കഴിയുന്നതും ഏത് ജീവജാലങ്ങളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, അല്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. ഇത്രയും നമ്മൾ ചെയ്യുന്നതല്ലേ കാര്യം. അപ്പൊ ലവ് ഓഫ് ഗോഡ് മീൻസ് ജസ്റ്റ് ഭഗവാൻ കൃഷ്ണനെ സേവിക്കുക, ഭഗവാന്റെ മറ്റ് മക്കളെ നമ്മൾ ഉപദ്രവിക്കുക, അതല്ല. Is it clear? ലവ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഭഗവാനും ഭഗവാന്റെ എല്ലാ സൃഷ്ടിയില്ല എല്ലാവരെയും സ്നേഹിക്കണം, അപ്പോഴേ അത് പൂർണ്ണമാവുന്നുള്ളൂ. അപ്പൊ ചില ആൾക്കാർ പറയും, ഞാൻ എല്ലാവരും സഹായിക്കും, മനുഷ്യരെല്ലാം സഹായിക്കും, പക്ഷെ അത് പോരാ. എല്ലാം ഭഗവാന്റെ കുട്ടികളാണ്, അല്ലേ? അപ്പൊ ആ ഭഗവാന്റെ കുട്ടികളെ എല്ലാവരെയും ഒരേപോലെ ഭഗവാൻ സ്നേഹിക്കുന്നു, എല്ലാവരെയും. അത് മനുഷ്യരായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, പക്ഷികളായി, എല്ലാവരും ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാന്റെ കുട്ടികളാണ്. അവിടെ ഉയർച്ചയും താഴ്ചയില്ല. ഞാൻ ഇവർക്ക് സ്പെഷ്യലായിട്ട് സ്നേഹം കൊടുക്കുന്നു, അവർക്ക് കൊടുക്കുന്നില്ല, അല്ല, എല്ലാവരെയും. പക്ഷെ ആരാണോ വളരെ ഒബീഡിയൻസ് ആയിട്ട് അനുസരണയോട് കൂടി ചെയ്യുന്നത്, അവരോട് ഭഗവാന് ചെറിയൊരു അടുപ്പമുണ്ടായിരിക്കും, ചെറിയൊരു സന്തോഷമുണ്ട്. ആരാണോ ഇൻഡിസിപ്ലിൻ ആയിട്ട്, ഡിസൊബീഡിയൻസ് ആയിട്ട്, ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ജീവിക്കാത്ത, അവരെ പറ്റിയിട്ട് ഭഗവാന് കൂടുതൽ കൺസേൺ ആയിരിക്കും. ഒരു അച്ഛനമ്മമാർക്ക് 4 കുട്ടികളുണ്ട്. ഓക്കെ, 3 കുട്ടികൾ അച്ഛനമ്മമാർ പറഞ്ഞ പ്രകാരം വളരെ അനുസരണയോട് ജീവിക്കുന്നു. അവരുടെ എക്സ്പെക്ടേഷനെല്ലാം മീറ്റ് ചെയ്യുന്നു, നന്നായി പഠിക്കുന്നു, നന്നായി പെരുമാറുന്നു, എല്ലാം നല്ല കാര്യം, വളരെ സന്തോഷമായിരിക്കും. ഒരു കുട്ടി കുറച്ച് കുസൃതിയാണ്, മിസ്സീവിയസ് ആണ്, പറഞ്ഞത് കേൾക്കില്ല, പറഞ്ഞതിന്റെ വിപരീതം ചെയ്യുള്ളൂ, തർക്കുത്തരം പറയും. ആ കുട്ടിയെ പറ്റിയിട്ട് എന്താണ് അച്ഛനും അമ്മയ്ക്കും
എന്തായിരിക്കും? കൺസേൺ. അല്ലേ? അവിടെ വെറുക്കുന്നില്ല, ആ കുട്ടിയെ വെറുക്കുന്നില്ല, അവരുടെ അച്ഛനമ്മയും വെറുക്കില്ല, കൺസേൺ ആയിരിക്കും. ഈ മറ്റു 3 കുട്ടികളെ പോലെ ഈ കുട്ടിയും എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ള ഒരു കൺസേൺ ആയിരിക്കും. ഇവനെ ഒരു നല്ല വഴിക്ക് എങ്ങനെ നയിക്കണം എന്നുള്ള ഒരു കൺസേൺ ആയിരിക്കും. അപ്പൊ ഭഗവാൻ എല്ലാവരെയും ഒരുപോലെയാണ്. എങ്ങനെ ഒരു ശുദ്ധ ഭക്തന്, അതാണ് പറഞ്ഞത് വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ. ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ കാണുന്നു, എല്ലാ ഭഗവാന്റെ സൃഷ്ടിയും ഒരുപോലെ കാണുന്നു. പക്ഷെ എങ്കിലും കൂടിയിട്ട് അവരവരുടെ ആ ഒരു കോൺഷ്യസ്നെസ് ലെവൽ അനുസരിച്ചിട്ട് പെരുമാറുന്നു മാത്രം. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യരെ ഒരേപോലെ, ഈവൻ മനുഷ്യരെ നമുക്ക് ഒരുപോലെ കാണാൻ പാടില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം. അതിലും പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതേപോലെ മൃഗങ്ങളിലും മറ്റു ജീവജാലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് കാണണം. പക്ഷേ ഒരേപോലെ ഭഗവാന്റെ മക്കളാണ്, അവർക്കും ഒരേ അവസരം കിട്ടണം, അവരും ഉയർന്നു വരണം നമ്മളെ പോലുള്ള ആ ഒരു കാഴ്ചപ്പാടിലായിരിക്കണം ഒരു ഭക്തന്റെ. അതാണ് പറയുന്നത് ബ്രാഹ്മണേ ഗവ്യ. ഒരു ബ്രാഹ്മണൻ, പശു, ഒരു ആന, ഒരു നായ തിന്ന ചണ്ടാലൻ, എല്ലാവരെയും ഒരേപോലെ കാണുന്നു. അതാണ് ഒരു പണ്ഡിതൻ. കാരണം ഭഗവാൻ അതേപോലെ കാണുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഉടുപ്പിട്ടത് കൊണ്ട് അവരെ റിജക്ട് ചെയ്യുന്നില്ല, അവരെ തരം താഴ്ത്തി കാണുന്നില്ല. ഇതാണ് ഒരു ബ്രാഹ്മണ സ്കോളർ. അപ്പോൾ ലവ് ഓഫ് ഗോഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് എവറിഥിങ്. ലവ് ഗോഡ് ആൻഡ് ഹിസ് ക്രിയേഷൻ. നമ്മൾ കൃഷ്ണനെ മാത്രം ഉപാസിക്കുക, യെസ് ദാറ്റ് ഈസ് ഗുഡ്. പക്ഷെ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഇൻ ഡെപ്ത് പോയാൽ ഇതാണ്. സോ ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാന്റെ ഭക്തരെ സേവിക്കുക, ഭഗവാന്റെ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന, നമ്മളൊക്കെ ഭഗവാന്റെ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഭക്തരായിട്ടില്ല മുഴുവനെ, അല്ലെ? പിന്നെ ഭഗവാന്റെ മക്കളെ ഭഗവാൻ ആരൊക്കെ സ്നേഹിക്കുന്നു അവരൊക്കെ സ്നേഹിക്കണം. മീൻസ് സ്നേഹിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഇപ്പൊ കാണുന്ന സ്നേഹത്തിന്റെ കാര്യമില്ല. ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ കാര്യമല്ല പറയുന്നത്. നമ്മള് അവരെ ഉപദ്രവിക്കാൻ പാടില്ല, അവരെ ദുരുപയോഗിക്കാൻ പാടില്ല, അവരുടെ ആ ജീവിതം ജീവിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുക. ദാറ്റ് ഈസ് ലവ്. ഒരാളുടെ വി ഷുഡ് നോട്ട് ഡിപ്രൈവ് ദെയർ ലൈഫ്, വി ഷുഡ് നോട്ട് എക്സ്പ്ലോയിറ്റ് ദെയർ ലൈഫ്സ്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിക്കാണ് ഭഗവാനോട് അഗാധമായിട്ടുള്ള, ഭഗവാൻ അവരെ മാത്രമേ അഗാധമായിട്ട് പ്രേമിക്കുള്ളൂ. ഭഗവാനെ പ്രേമിക്കട്ടെ, ഭഗവാന്റെ സൃഷ്ടിയിലുള്ള മറ്റുള്ള ജീവജാലങ്ങളെ സേവിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനോട് ആ വ്യക്തിയോട് ഭക്തി ഉണ്ടാവില്ല, സ്നേഹം ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്കൊരു കൂട്ടുകാരുണ്ട്, ആ കൂട്ടുകാരൻ എന്നെ സ്നേഹിക്കുന്നു, പക്ഷെ എന്റെ മക്കളെ സ്നേഹിക്കുന്നില്ല. എനിക്ക് അദ്ദേഹത്തിനോട് സ്നേഹം ഉണ്ടാവില്ല. കാരണം എന്റെ മക്കളെ അത്രയ്ക്കും ഞാൻ ഇഷ്ടപ്പെടുന്നു, ആ മക്കളെ എന്റെ കൂട്ടുകാരനെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എനിക്ക് ആ കൂട്ടുകാരനോട് ഒരു ഇതുണ്ടാവില്ല, അല്ലേ? അതേപോലെ അപ്പൊ ഇതാണ് ലവ് ഓഫ് ഗോഡ്. ഇറ്റ് മീൻസ് നോട്ട് നമ്മൾ കാണുന്ന ഒരു സർഫേസ് ലെവലുള്ള ഒരു ലവ് ഓഫ് ഗോഡ് അല്ല. ലവ് ഗോഡ് ബട്ട് ഡോണ്ട് ലവ് ഹിസ് ക്രിയേഷൻ ആൻഡ് ഹിസ് other children. So it is a whole package. You love Krishna, you love his creation, you love his devotees, you love whom Krishna loves. So is it clear? Clear ai Prabhu. Okay. So King Kulashekara again expresses his lack of concern about suffering ill repute due to his intense devotion to Krishna. So intense devotion to Krishna means to Krishna, and it encompasses everything. Krishna and his creation. If devotion service resulted in such criticism hundreds of years ago in India, even namle criticize ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സ്നേഹിക്കണം. പഠിച്ചാൽ unfortunately they are not able to understand the absolute truth. ദാറ്റ് ഈസ് എ റിയൽ. ഒരു ശുദ്ധഭക്തന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. കുലശേഖർ ആൾവാർ ആ ഒരു തലത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ആ തലത്തിൽ ജീവിക്കാൻ പറ്റില്ല ഇപ്പോ. കാരണം നമ്മൾ വി ആർ നോട്ട് പ്രാക്ടീസിങ്, വി ആർ നോട്ട് പ്രോഗ്രസ് ടു ദാറ്റ് ലെവൽ.
കുലശേഖര ഒരു പണ്ഡിതനാണ്. പണ്ഡിതൻ മീൻസ് വൺ ഹു നോസ് ദ അബ്സല്യൂട്ട് ട്രൂത്ത്. So if devotional service resulted in such criticism hundreds of years ago in India, then how much more, what is that? Calumny. I don't know what is the meaning. Must devotees undergo in modern countries that have no heritage of worshipping at the lotus feet of Sri Krishna. ഇത് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പെയാണ് കുലശേഖര ആൾവാരുടെ. അന്ന് ഇങ്ങനെ ക്രിറ്റിസിസം കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്തായിരിക്കും സ്ഥിതി? കാരണം as the age progresses, ആ കലിയുഗത്തിന്റെ ആ പ്രോഗ്രസിന്റെ അനുസരിച്ചിട്ട് ഇതെല്ലാം ഡിറ്റീരിയറേറ്റ് ആവും, ഇതെല്ലാം നശിക്കും, കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് എങ്ങനെയായിരുന്നെങ്കിൽ, അന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ്, 700 to I don't know which is the time period, something 700, 1000, minimum 1000 years. അപ്പൊ ഇന്ന് എന്തായിരിക്കും സ്ഥിതി എന്നാണ് പറയുന്നത്. Therefore, King Kulashekara gives us a realistic warning and assurance not to be afraid of criticism. നമ്മളെല്ലാം വാൺ ചെയ്യാണ്, ഇങ്ങനെ ക്രിറ്റിസിസം വരും, അതുകൊണ്ട് അതിനെപ്പറ്റി ഭയക്കേണ്ട, ഇത് സർവ്വസാധാരണമാണ്, കലിയുഗത്തിന്റെ പ്രഭാവമാണ്, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും, ഇതിനെപ്പറ്റി നിങ്ങൾ വിഷമിക്കേണ്ട, ചെവി കൊള്ളണ്ട എന്ന് നമ്മളോട് ഒരു വാണിംഗ് തരാണ് ചെയ്യുന്നത്. When Lord Krishna enjoyed his pastimes in Vrindavana 5000 years ago, the gopis, his dearmost devotees, also risked their reputations to serve him. നമുക്കറിയാം 5000 വർഷം മുമ്പിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സമയത്ത് ഗോപീസ് അവരും അവരുടെ റെപ്യൂട്ടേഷനെ കളഞ്ഞു കുടിച്ചു. എങ്ങനെ? കാരണം വെച്ചാൽ ഭഗവാന്റെ മുരളീനാഥം കേട്ടപ്പോൾ ഡെഡ് ഓഫ് നൈറ്റില് വേണം ഗോപികളെ തൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും മറ്റ് സന്ധുബന്ധുക്കളെയും വിട്ടിട്ട് ഓടി അർദ്ധരാത്രിക്ക് ഒരു പരപുരുഷന്റെ അടുത്തേക്ക്. എന്തായിരിക്കും സ്ഥിതി? നാട്ടില് ഇനി പാട്ട് വല്ലതും ഉണ്ടാവും, പക്ഷേ അവര് പൂർണ്ണ പുരുഷോത്തം ഭഗവാന്റെ അടുത്തേക്കാണ് പോയെന്ന് ആർക്കും അറിയില്ല. അതാണ് അവിടെ തെറ്റ്. അപ്പോ തൻ്റെ സുപ്രീം ഫാദറിന്റെ, സുപ്രീം മാസ്റ്റർ, സുപ്രീം കൺട്രോളർ, സുപ്രീം പ്രൊപ്പറേറ്റർ അവിടേക്കാണ് പോയത്. പക്ഷെ എങ്കിലും ഒരു എത്തിക്കലി അത് ആരും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്, അവർക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കും ക്രിറ്റിസിസം കേട്ടിരുന്നു. ആരെ? ഗോപികമാർക്കും ഭഗവാന്റെ അടുത്ത് പോയിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് അമ്പലത്തില് ഭഗവാന്റെ അർച്ച വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴും നമുക്കും ക്രിറ്റിസിസം കിട്ടുന്നു. അന്ന് ഭഗവാൻ അവിടെ സ്വയം ഇൻ പേഴ്സൺ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഇൻ പേഴ്സൺ ഇല്ല, പക്ഷെ ഭഗവാന്റെ അർച്ചവിഗ്രഹവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഭഗവാന്റെ അർച്ചവിഗ്രഹത്തിനെ സേവിക്കുന്നത് ഭഗവാനെ സേവിക്കുന്നത് തുല്യമാണ്, യാതൊരു വ്യത്യാസവുമില്ല. ശ്രീ പ്രഭുപാദോട് ഡിസൈപ്പിൾസ് ചോദിച്ചു, സോ ഈ അർച്ചവിഗ്രഹത്തില് ഹീസ് ദർ, ലോർഡ് ഈസ് ദർ. പ്രഭു, നോ, യു ആർ റോങ്. അർച്ചവിഗ്രഹ ഈസ് ലോർഡ് ഹിംസെൽഫ്, നോട്ട് ദാറ്റ് ഹി ഈസ് ദർ ഇൻ ദാറ്റ്. അർച്ചവിഗ്രഹ ഈസ് ലോർഡ് ഹിംസെൽഫ്. അതിന് നമുക്ക് വ്യത്യാസം കാണാൻ പാടില്ല. നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് പെർസീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അർച്ചവിഗ്രഹത്തില് ഭഗവാൻ വന്നിരിക്കുന്നത്. നമ്മൾക്ക് ഒരു ഫെസിലിറ്റി തരാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മളുടെ കണ്ണെല്ലാം മാംസചക്ഷുവാണ്, ദിവ്യ ചക്ഷു നമുക്കില്ല. ഈ മാംസചക്ഷുകളെ കൊണ്ട് നമുക്ക് ഭഗവാന്റെ ദിവ്യരൂപം കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് ഈ അർച്ചവിഗ്രഹ രൂപത്തിൽ. അതുകൊണ്ട് അർച്ചവിഗ്രഹത്തിൽ കയറിയിരിക്കുകയല്ല. അപ്പൊ ഒരു ഭക്തനെ സംബന്ധിച്ചോളം, ഭക്തൻ ആണെങ്കിൽ അത് അർച്ചവിഗ്രഹം ഭഗവാൻ തന്നെയാണ്. ഭക്തനും ഭഗവാന്റെ അർച്ചവിഗ്രഹം ആദാൻ പ്രദാൻ, റെസിപ്രോക്കൽ ഡീലിങ്സ് ചെയ്യാം, സംസാരിക്കാം. നമുക്കറിയാം അല്ലെ, ഒരുപാട്. ഈ സ്റ്റോറി കേട്ടിട്ടുണ്ടോ ഗൗരിദാസ് പണ്ഡിതന്റെ? ഇല്ല പ്രഭു. ഗൗരിദാസ് പണ്ഡിത് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭുവിന്റെ നിത്യാനന്ദ പ്രേമം വളരെ അടുത്ത ഒരു ഭക്തനായിരുന്നു. ഓക്കെ, മായപ്പൂർ അംബിക കൽന എന്നുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. അവിടുത്തെ ഡേറ്റീസ് ഗവർണത്തായ ഡേറ്റീസ്. ഓക്കെ, അത് ആക്ച്വലി ചൈതന്യ മഹാപ്രഭു സന്യാസം എടുക്കുന്നതിന് മുമ്പേ ഗൗരിദാസ് പണ്ഡിതനെ കാണാൻ പോയി. സന്യാസം എടുക്കാൻ പോവാണ്. അപ്പോൾ വളരെ വളരെ വ്യാകുലപ്പെട്ടു, വിഷമിച്ചു. ഇനി അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു അസോസിയേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ചൈതന്യ മഹാപ്രഭു നവദ്വീപ് വീട്ടിൽ പോവാണ് അദ്ദേഹത്തിന് മനസ്സായി. അപ്പോൾ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ
അത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും വിഗ്രഹം കൊത്തിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അറേഞ്ച് ചെയ്തു. രണ്ടുപേരും ഗൗരവത്തായുടെ അർച്ച വിഗ്രഹം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്നെ ഉപാസിക്കുന്നതും ഈ വിഗ്രഹത്തിനെ ഉപാസിക്കുന്നതും സെയിം ആണ്, യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെ 2 വിഗ്രഹം ഗൗരദാസ് പണ്ഡിതിന് കൊടുത്തു. പറഞ്ഞു, ഇനി നിങ്ങൾ ഇതിനെ ഉപാസിച്ചാൽ മതി, എന്നെ ഉപാസിക്കുന്ന തുല്യമാണ്, യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ ഗൗരദാസ് പണ്ഡിത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ വിഗ്രഹങ്ങളും അങ്ങും, അതായത് ഗൗരദത്തായും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഈ വിഗ്രഹങ്ങളെ പൊക്കോട്ടെ, നിങ്ങൾ ഇവിടെ നിന്നോളൂ, വ്യത്യാസമല്ലേ അല്ല പറഞ്ഞു. അപ്പോ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നിത്യാനന്ദ പ്രഭു പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഞങ്ങൾ ഇവിടെ നിൽക്കാം, ഈ വിഗ്രഹങ്ങൾ പൊക്കോട്ടെ. അവർ രണ്ടുപേരും വിഗ്രഹങ്ങളായി. വിഗ്രഹങ്ങൾ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവായി. അവിടുന്ന് പോവാൻ തുടങ്ങി. ഇത് നിൽക്കട്ടെ, ഒരു മിനിറ്റ്. അവർ പോകുന്ന കണ്ടപ്പോ ഇത് മൂർത്തിയായില്ലേ, എനിക്ക് അവര് മതി, അവര് നിന്നോട്ടെ, നിങ്ങൾ പൊക്കോട്ടെ, ഈ മൂർത്തി പൊക്കോട്ടെ പറഞ്ഞു. അപ്പൊ ശരി, അങ്ങനെ ആവട്ടെ. അവർ രണ്ടുപേരും വിഗ്രഹമായി. ഈ മൂർത്തി ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവായി. അങ്ങനെ 3-4 പ്രാവശ്യം പറഞ്ഞപ്പോ ഏതാണ് വിഗ്രഹം, ഏതാണ് ശരിക്കും ചൈതന്യ മഹാപ്രഭു ഉള്ള അവർ കൺഫ്യൂഷനായി, അദ്ദേഹത്തിന് കൺഫ്യൂഷനായി. അവസാനം അവിടെ അടിയറ വെച്ചു. അതായത് എന്താണെന്ന് മനസ്സിലാക്കുന്നത്, അതായത് അവരുടെ വിഗ്രഹവും അവരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അവസാനം ആര് നിന്നു ആര് പോയി അറിയില്ല. പിന്നെ ആ അംബികാകല്ന ടെമ്പിളിൽ എപ്പോഴും നമ്മുടെ ഭാഗ്യബിഹാരി ടെമ്പിളില് കട്ടൻ അടയ്ക്കും തുറക്കും ഇടയ്ക്കിടയ്ക്ക്. അതേപോലെ ഇവിടെയാണ്. കാരണം ആരാണോ നന്നായിട്ട് കീർത്തനം ചെയ്യുന്നത്, നൃത്തം ചെയ്യുന്നത്, ഉടനെ ഗൗരവത്തായി എന്ന് ചാടിപ്പോവും. അങ്ങനെ ഹൃദയ ചൈതന്യ, അതായത് ഗൗരദാസ് പണ്ഡിതന്റെ ശിഷ്യൻ ഹൃദയ ചൈതന്യ, ആ ഹൃദയ ചൈതന്യ ഭയങ്കര നന്നായിട്ട് അവിടെ ഒരു എന്താ പറയുക സങ്കീർത്തന ഫെസ്റ്റിവൽ നടത്തിയപ്പോ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും ഓൾട്ടറിൽ കാണുന്നില്ല. എവിടെ പോയപ്പോ അവിടെ പോയിട്ട് ഡാൻസ് കളിക്കാൻ എല്ലാവരും കൂടി. ഉടനെ ഇങ്ങനെ ഇവിടുന്ന് പറഞ്ഞു പോയിട്ട് അവിടെ നിന്ന് ഇരിക്കാൻ പറഞ്ഞു ആൾട്ടറില്. അപ്പൊ അതുകൊണ്ട് അവിടെയും കട്ടൻ എപ്പോഴും അടച്ചും തുറന്നു കൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ എവിടെയെങ്കിലും നല്ല നൃത്തവും നല്ല സങ്കീർത്തനം നീട്ടാൽ അവരവിടുന്ന് ഇറങ്ങി ഓടും. അപ്പൊ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ക്ലോസ് ചെയ്യുന്നു അംബികാകല്നത്തെ ഗൗരദാസ് പണ്ഡിറ്റ്. ചുരുക്കത്തില് ഭഗവാന്റെ ഡേറ്റീസ്, അതായത് അർച്ച വിഗ്രഹം ഭഗവാൻ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്നറിയാം. സാക്ഷി ഗോപാലിന്റെ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. സാക്ഷി ഗോപാല് എന്താണ്, ആ വൃദ്ധനായിട്ടുള്ള ബ്രാഹ്മണൻ വാക്കുകൊടുത്തു യുവാവായിട്ടുള്ള ആ ബ്രാഹ്മണന്. അപ്പോൾ ഈ പ്രശ്നം വന്ന സമയത്ത് ഭഗവാനെ വിളിക്കാൻ വേണ്ടി പോയി. ആര്? യുവാവായിട്ടുള്ള ബ്രാഹ്മണൻ. അതായത് അദ്ദേഹം വൃദ്ധനായിട്ടുള്ള ആ ബ്രാഹ്മണൻ തന്റെ വാക്ക് തെറ്റിച്ചു, സാക്ഷിയായിട്ട് വിദ്യാനഗർ വരെ വരുന്നു. അപ്പൊ പറഞ്ഞു, അർച്ചവിഗ്രഹം പറഞ്ഞു, ഞാനെങ്ങനെ വരിക, ഞാൻ നടക്കാൻ പറ്റും, ഞാൻ വിഗ്രഹമല്ലേ. അപ്പോ ഇദ്ദേഹം പറഞ്ഞു, ബ്രാഹ്മണൻ പറഞ്ഞു, യുവാവായിട്ടുള്ള ബ്രാഹ്മണൻ, അങ്ങക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നടക്കാനും പറ്റും, അല്ലെ, സംസാരിക്കാൻ പറ്റുമെങ്കിൽ നടക്കാനും പറ്റും. അപ്പൊ പിന്നെ അവിടെ തോറ്റു. അവസാനം ഒരു കണ്ടീഷൻ വെച്ചിട്ട് പിന്നാലെ പോയി വിദ്യാനഗർ വരെ, തിരിഞ്ഞു നോക്കാൻ പാടില്ല. ആ സ്റ്റോറി അറിയാം. അപ്പൊ ഏതൊരു സ്റ്റോറിയും നമ്മളെ പഠിപ്പിക്കുന്നത് അർച്ചവിഗ്രഹം, ഭഗവാന്റെ അർച്ചവിഗ്രഹം, അതായത് ശാസ്ത്രപ്രകാരം പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ആ അർച്ചവിഗ്രഹം ഒരു വ്യത്യാസമില്ല. അങ്ങനെ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അവർ ഭക്തരല്ല, അവർക്ക് ഭഗവാനോട് ഒരു കാര്യമില്ല, അവർക്ക് ഒരു കല്ലാണ്, അതൊരു കല്ലാണ്, ഒരു വിഗ്രഹമാണ്. അത് മരമോ കല്ലോ മാർബിളോ അല്ലെങ്കിൽ മെറ്റലോ ആയിട്ടുള്ള ഒരു രൂപം മാത്രം. ഭക്തന്മാരെ സംബന്ധിച്ചോളം അത് ജീവനുള്ള റെസിപ്രോക്കേഷൻ ചെയ്യുന്ന, ആദാൻ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ തന്നെയാണ്. പക്ഷെ അത് കാണാനുള്ള ആ ദിവ്യചക്ഷു നമുക്ക് ഇല്ല എന്ന് മാത്രം. ആ തലത്തിലേക്ക് എത്തുമ്പോൾ കുലശേഖര ആൾവാറ്, അതേപോലെ ആചാര്യന്മാര്, എന്താ തന്നെ രാമാനുചാര്യന്റെ ഒരു ശിക്ഷ ഉണ്ടായിരുന്നു, കുരേഷ് അല്ലെ, കുരേഷ്, ഇവരെല്ലാം ഭഗവാനോട് ഡയറക്റ്റ് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഒന്നെങ്കിൽ ഡയറക്റ്റ് സംസാരിക്കും, അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ അവർക്ക് ഭഗവാൻ നിർദ്ദേശം കൊടുക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കാൻ പാടില്ല ഇതെല്ലാം മിഥ്യയാണ്, ഇതെല്ലാം വെറും കല്ലാണ്, മാർബിളാണ്, ലോഹമാണ് എന്ന് വിചാരിക്കാൻ പാടില്ല.
ഭഗവാനും ഭഗവാന്റെ അർച്ചവിഗ്രഹവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ വെൻ ലോർഡ് കൃഷ്ണ എൻജോയ്ഡ് ഹിസ് പാസ്റ്റ് ടൈംസ് ഇൻ വൃന്ദാവന, അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈവൻ ഗോപികമാരെ സൊസൈറ്റി, സമൂഹത്തിലെ എല്ലാവരും പരിഹസിച്ചിരുന്നു, പഴിച്ചിരുന്നു. കാരണം ഡെഡ് ഓഫ് നൈറ്റിലാണ് അവര് കൃഷ്ണനെ കാണാൻ പോയിരുന്നത്, എല്ലാം വിട്ടിട്ട്. സോ ഇൻ ദ മിഡിൽ ഓഫ് ദ ഫുൾ മൂൺ നൈറ്റ് ഓഫ് ദ ഓട്ടം സീസൺ he called the gopis by playing his transcendental flute and they all rushed out to meet him. Okay, ഭഗവാന്റെ ആ നാദം, ഓക്കെ, വേണുനാദം, എല്ലാവർക്കും സ്പെസിഫിക് ആയിട്ട് ഭഗവാൻ വേണുനാദം മുഴക്കും. അതെ, അപ്പോൾ ആർക്കാണ് ഒരു ജനറിക് ആയിട്ടൊന്നുണ്ട്, ഓരോരുത്തരെയും വിളിക്കാൻ ഒരു പ്രത്യേക ഇതുണ്ട്, അത് അവർക്ക് മാത്രമേ കേൾക്കുള്ളൂ. അവർ കേൾക്കുമ്പോൾ അവർ വരും. പശുക്കൾക്കുണ്ട്, ഇടാങ്ങൾക്കുണ്ട്, ഗോപന്മാർക്കുണ്ട്, ഗോപികമാർക്കുണ്ട്, എല്ലാവർക്കും വേണ്ടിയുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും പ്രത്യേക നാദത്തിൽ ഭഗവാൻ വേണുനാദം പാടുമ്പോ അവർ ഓടിയെത്തും. അവർക്ക് പിന്നെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് തന്നെ സംഭവിച്ചാൽ മതി, ഉടനെ അവരെല്ലാം വിട്ടു. അപ്പോഴാണ് എന്താ പറയാ, മേൽവസ്ത്രം താഴെ ഇടുന്നു, താഴത്തെ വസ്ത്രം മേലിടുന്നു, ചെവിയിലത്തെ എന്താ പറയുക, നാസികയിലിടുന്നു, അല്ലേ, പൊട്ട് വേറെ എവിടെയെന്ന് വയ്ക്കുന്നു. അങ്ങനെ എല്ലാം ഇതായിട്ട് അവർക്ക് അറിയുന്നില്ല. അവർ ബോധാവസ്ഥയിലല്ല. അപ്പോ അങ്ങനെ അവര് ഓടുകയാണ് ഭഗവാന്റെ നാദം കേൾക്കുമ്പോൾ. അപ്പോ പ്ലേയിങ് ഇസ് ട്രാൻസെൻഡന്റ് ഫ്ലൂട്ട്, അത് ദിവ്യസ്വരമാണത്, നമ്മളുടെ മണ്ടൈൻ സൗണ്ട് വൈബ്രേഷൻ അല്ല. And they all rush out to meet him, disregarding the commands of their husbands, brothers and other relatives. അപ്പൊ അവരുടെ ഭർത്താവിന്റെ അല്ലെങ്കിൽ മറ്റ് സന്ധുബന്ധുക്കളുടെ യാതൊരു നിർദ്ദേശം, യാതൊരു കൽപ്പനയും അവിടെ അവർ കണക്കാക്കുന്നില്ല, അവർ കേൾക്കുന്നില്ല. Ignoring such duties as suckling their children and cooking, they broke all the bonds of Vedic propriety and went to meet their lover Krishna. Okay, വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആ എറ്റിക്കേറ്റ്സും മാനേഴ്സ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ടാണ് അവരെല്ലാവരും ഭഗവാൻ കൃഷ്ണനെ കാണാൻ പോയത്. The Lord very much appreciated this daring sacrifice by the gopis. ഭഗവാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം വെച്ചാൽ എല്ലാ ബന്ധങ്ങളും, അതായത് അൾട്ടിമേറ്റ്ലി they love me, that is the pure love. എന്ത് തന്നെ സംഭവിച്ചാലും ശരി, എന്ത് തന്നെ ആൾക്കാർ പഴിച്ചാലും ശരി, പരിഹസിച്ചാലും ശരി, ക്രിട്ടിസൈസ് ശരി, അതൊന്നും വകവയ്ക്കാതെ ഭഗവാന്റെ അടുത്തേക്ക് പോയപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതേപോലെ നമുക്കും എന്തെല്ലാം തടസ്സങ്ങളുണ്ടായിരിക്കാം, അതിനൊന്നും വകവയ്ക്കാതെ ഭഗവാന്റെ ആ ഉപാസന നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ അപ്പോഴാണ് ഭഗവാൻ നമ്മളെ പ്രീതിപ്പെടുന്നത്, നമ്മളുടെ പ്രീതി വരുത്തുന്നത്. So the Lord very much appreciated the daring sacrifice by the gopis. As stated in Charitamrita, the gopis have forsaken everything, including their own relatives and their punishment and scolding for the sake of serving Lord Krishna. ഭഗവാന്റെ സേവനത്തിലെ എന്ത് ബാധ, എന്ത് പ്രശ്നങ്ങൾ, വിഘ്നങ്ങൾ വന്നാലും ശരി, അതൊന്നും വകവയ്ക്കാതെ ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കും. അതിന് എന്ത് പണിഷ്മെന്റ് ഈ ഭൗതികതലത്തിൽ കിട്ടിയാലും അതിനെ വകവയ്ക്കില്ല ഡിവോട്ടീസ് എന്ന് പറയുന്നത്. They render loving service to him for the sake of his enjoyment. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. So a devotee knows that he is pleasing Lord Krishna and he pleases the representative of Krishna. And also when he feels spiritual satisfaction. Enatma suprasidhati. അപ്പോൾ ഭക്തന്മാർക്ക് അറിയാം, ഭഗവാനെ പ്രീതിപ്പെടുത്തുമ്പോൾ, ഭഗവാന്റെ ഭക്തന്മാരെ പ്രീതിപ്പെടുത്തുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, a devotee knows that he is pleasing Lord Krishna when he pleases a representative of Krishna. ഭഗവാന്റെ ഭക്തന്മാര്. അപ്പൊ ഭഗവാൻ, അതായത് ഭഗവാന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തന്മാരുടെ സ്നേഹം. And also when he feels spiritual satisfaction, enatma suprasidhati. At that time he doesn't care about any volume of worldly criticism. ആ സമയത്ത് എന്ത് തന്നെ ക്രിറ്റിസിസം വന്നാലും അതിനെ അവർ വകവയ്ക്കില്ല. When a surrendered devotee faces slights and ostracism, this simply help crush any lingering desire he may have to enjoy the company of the family of friends. അതായത് ഒരു പൂർണ്ണ സമർപ്പണ ഭാവത്തോടുള്ള ഒരു ഭക്തൻ
ഓക്കെ, അദ്ദേഹം അഭിമുഖീകരിക്കുന്നത് ഓസ്ട്രസിസം എന്ന് പറഞ്ഞാൽ അവരെ പുറത്താക്കും സൊസൈറ്റിയിൽ നിന്ന്. രൂപ സനാതന ഗോസ്വാമിയെ അവരുടെ സമുദായത്തിൽ നിന്ന് പുറത്താക്കി. കാരണം അവര് ഇസ്ലാം ഗവൺമെന്റിന്റെ കീഴിൽ ജോലിയായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് വളരെ സ്ട്രിക്റ്റ് ആണ്. ഏതെങ്കിലും ഒരു മുസ്ലിം വന്നിട്ട് കുറച്ച് വെള്ളം തെളിച്ച് അവർ ബ്രാഹ്മണ മനുഷ്യർ അവര് പുറത്തായി. അവരെ പിന്നെ സമൂഹത്തിൽ കൂട്ടില്ല. അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു. ജസ്റ്റ് സ്പ്രിങ്കിൾ വാട്ടർ, they are ostracized from the society. അപ്പൊ അതൊന്നും വകവയ്ക്കില്ല, ഒരു വകം അവര് ചെയ്യില്ല. സോ ദിസ് സിംപ്ലി ഹെൽപ്പ് ക്രഷ് എനി ലിങ്കറിംഗ് ഡിസയർ ഹി മേ ഹാവ് ടു എൻജോയ് ദ കമ്പനി ഓഫ് ഫാമിലി ഫ്രണ്ട്സ്. അപ്പൊ അവർക്ക് എന്താണ് പ്രാധാന്യം? ഭഗവാന്റെ സേവനം, ഭഗവാന്റെ പ്രീതി. അതിന് എന്തും അവര് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. ഇൻ ദിസ് വേ കൃഷ്ണ serves the worldly ties of his devotees and brings him entirely under his control and within his shelter. അപ്പൊ തന്റെ ഭക്തന്മാരെ ആ വേൾഡി ടൈസ്, വേൾഡി അറ്റാച്ച്മെന്റ്സ് ബ്രേക്ക് ചെയ്തിട്ട് തന്റെ അസോസിയേഷനിൽ കൊണ്ടുവരും. നല്ല ഭക്തന്മാരെ. നമ്മളെ അങ്ങനെ ചെയ്യില്ല. കാരണം നമ്മൾ പ്രാക്ടീസിങ്, നമ്മൾ സംശയം പോണ്ടേ, ചെയ്യണോ ചെയ്യണ്ടേ? ഓക്കെ, അവരെന്ത് പറയും, ഇവരെന്ത് പറയും? നമ്മൾ പാങ്ങും പതുങ്ങിയൊക്കെ അവർ കാണാൻ പാടില്ല, ഇവർ കാണാൻ പാടില്ല, പേടിയാണ്. നമ്മളുടെ സൊസൈറ്റിയിലുള്ള പേരും ഇതെല്ലാം നശിക്കുകയോ, നമ്മളെ അവർ ക്രിട്ടിസൈസ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പലതും അവോയ്ഡ് ചെയ്യും. സൊസൈറ്റി ജീവിക്കുമ്പോൾ കാണാതെ ചെയ്യും. കാരണം നമുക്ക് അവരെയും പ്ലീസ് ചെയ്യണം. പക്ഷെ നമ്മൾ മറക്കാണ്, ഭഗവാനെ പ്ലീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പ്രീതിപ്പെടും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമുക്ക് പേടിയാണ്. ഒരു ശുദ്ധഭക്തനെ സംബന്ധിച്ചിട്ട് അത് യാതൊരു പ്രശ്നം വരുന്നില്ല എന്നാണ് പറയുന്നത്. King Kulashekara tells us why he can endure criticism without much pain. ഒരു വേദനയില്ലാതെ ഈ ക്രിറ്റിസിസം എങ്ങനെ ഇതെല്ലാം എൻഡ്യൂർ ചെയ്യാൻ പറ്റും, സഹിക്കാൻ പറ്റും എന്ന് പറയാണ്. എന്താണ്? ഈസ് ഫീലിംഗ് an abundance of love of God accompanied by varieties of ecstatic emotion. അപ്പൊ കുലശേഖര ആൾവാറിന് ഭഗവാന്റെ ആ പ്രേമം, പ്രീതിയുടെ ആ റെസിപ്രൊക്കേഷൻ ഭഗവാൻ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ അതിൽ കിട്ടുന്ന ആനന്ദം മറ്റ് ഒരു മെറ്റീരിയൽ ഭൗതിക തലത്തിലുള്ള ആ സുഖത്തിലും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഹയർ ടേസ്റ്റ് കിട്ടുമ്പോൾ ലോവർ ടേസ്റ്റ് എന്തിന് അല്ലെ? നമുക്കൊരു 5 സ്റ്റാർ ലെവൽ ഹോട്ടലിൽ സുഖമായിട്ട് എല്ലാ കംഫർട്ട്സും ഫെസിലിറ്റിയോടും ജീവിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മളുടെ ഹട്ട്, സ്മോൾ ഹട്ട്, അതിൽ ജീവിക്കാൻ നമ്മളില്ല. അതേപോലെ നമ്മൾ when we are getting higher taste, so we ignore the lower taste. അതാണ് അവിടെ കുലശേഖര ആൾവാർ ഒരു ശുദ്ധ ഭക്തനാവുകൊണ്ട് സംഭവിക്കുന്നത്. And he considers this to be so wonderful and honorable that he can easily tolerate the petty insults of non-devotees. Okay? അപ്പൊ അവര് നോൺ ഡിവോട്ടീസ്, അഭക്തന്മാര് എത്ര തന്നെ നമ്മൾ ഇൻസൾട്ട് ചെയ്തോട്ടെ, അതൊന്നും നമ്മൾ കണക്കാക്കില്ല. അതൊക്കെ അവരുടെ അറിവില്ലായ്മ എന്ന് മാത്രം പറഞ്ഞ് അവരെ നമ്മുടെ മാപ്പ് കൊടുക്കും. ഫോർഗീവ്. ഓക്കെ, ഗിവ് 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 ആൻഡ് ഫോർഗീവ്. നമ്മൾ എന്താണ്? ഗെറ്റ് 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 ആൻഡ് ഫോർഗെറ്റ്. ഭക്തന്മാർ അങ്ങനെയാണ്. ഗിവ് 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 ആൻഡ് ഫോർഗീവ്. നമ്മൾ എത്ര കൊടുത്താലും കിട്ടുന്ന ആൾക്കാർക്ക് നന്ദി ഉണ്ടാവില്ല അല്ലേ? പക്ഷെ അവരെ നമ്മൾ ഫോർഗീവ് ചെയ്യും, മാപ്പ് കൊടുക്കും ഭക്തന്മാര്. പക്ഷെ അഭക്തന്മാര് അവരെന്ന് മേടിക്കുക മേടിക്കുക മേടിക്കുക, എന്നിട്ട് അത് മറക്കുക. അതാണ് give 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 and forgive, get 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 and forget. So this simply help crush. King Kulashekara tells us why he can endure criticism without much pain. He is feeling an abundance of love of God accompanied by varieties of ecstatic emotions, and he considers this to be so wonderful and honorable that he can easily tolerate the petty insults of non-devotees. This kind of indifference is the effect of advancement in chanting the holy names, as explained in the following words from Srim. അതായത് വ്യത്യാസമില്ലാത്ത ഇൻഡിഫറൻസ്, ഐ ഡോണ്ട് കെയർ വാട്ട് എവർ ദേ സേ, എന്തെന്ന് ക്രിട്ടിസൈസ് ചെയ്തോട്ടെ. എങ്ങനെയാണ്? ദ എഫക്ട് ഓഫ് അഡ്വാൻസ്മെന്റ് ഇൻ ചാൻഡിങ് ഹോളി നെയിംസ്. അപ്പൊ നമ്മളുടെ ആ സിൻസിയർ ആയിട്ടുള്ള
ജപത്തിന്റെ ഫലമാണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ നാമജപമാണ് ഇതിന്റെ എല്ലാം കാരണം. ഭഗവാന്റെ നാമം ഉച്ചരിക്കുക, നന്നായിട്ട് ജപിക്കുക, ഓഫൻസ്ലെസ് ആയിട്ട് ജപിക്കുക, അതിന്റെ ഇതാണ് റിസൾട്ടാണ് ഇതെല്ലാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് 11.2.40, which Lord Chaitanya says embodies the essence of the Bhagavatam teachings. Evam vrita swapriya nama kritya jatanurago dhrachitta ucche asadi atho roditi rauti gayati unmadavan nrityadi loga bahya. By chanting the holy name of Supreme Lord, one comes to the stage of love of Godhead. So slowly and gradually നമ്മളുടെ ആ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുന്ന അനുസരിച്ചിട്ട് നമ്മളെ എവിടേക്ക് വരും? സ്റ്റേജ് ഓഫ് ലവ് ഓഫ് ഗോഡെറ്റ്. നമ്മളുടെ അശുദ്ധനാമം ജപിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് കം ടു ദ സ്റ്റേജ് ഓഫ് ലവ് ഓഫ് ഗോഡെറ്റ്. ദെൻ ദ ഡിവോട്ടി ഇസ് ഫിക്സ് ഇൻ ഹിസ് വൗ ആസ് എൻ എറ്റേണൽ സർവന്റ് ഓഫ് ദ ലോർഡ്. ആ സമയത്താണ് നമ്മുടെ ഭഗവാന്റെ നിത്യസേവകനായിട്ട് പരിവർത്തനപ്പെടുന്നത്. ജീവേര സ്വരൂപോഹേ കൃഷ്ണേര നിത്യദാസ്, ആ തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നത്. ആൻഡ് ഹി ഗ്രാജുവലി ബിക്കംസ് വെരി മച്ച് അറ്റാച്ച്ഡ് ടു എ പെർട്ടിക്കുലർ നെയിം ആൻഡ് ഫോം ഓഫ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. അപ്പോൾ അങ്ങനെ ഉയർത്തപ്പെട്ട ഒരു ഭക്തൻ ഒരു പെർട്ടിക്കുലർ ഹോളി നെയിം, ഭഗവാൻ ഒരുപാട് നെയിമുണ്ട്, രാധാ വല്ലഭൻ, രാധാ മദൻ മോഹൻ, രാധാ ഗോവിന്ദ്, രാധാ ഗോപിനാഥ്, ഗോപിജന വല്ലഭ, ഒരുപാടുണ്ട്. അപ്പൊ അവർക്ക് ഏതാണോ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഒരു പേര് അവരിൽ അറ്റാച്ച് ആവും. സോ മൈ പ്രിസൈഡിങ് ഡേറ്റി, മൈ ഇഷ്ടദേവത ഈസ് രാധാ മദൻ മോഹൻ. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ വീട്ടിൽ രാധാ മദൻ മോഹനാണ് ഗുരു മഹാരാജ് തന്നിരിക്കുന്ന പേര്. സോ മൈ അറ്റാച്ച്മെന്റ് ഈസ് ടു രാധാ മദൻ മോഹൻ. ചില ആൾക്കാർ രാധാ ഗോവിന്ദ് ആയിരിക്കും. അങ്ങനെ എന്താണ് ആ ഭഗവാന്റെ ആ ഒരു പ്രത്യേക പേരിനോട് നമുക്ക് ആസക്തിയും ആ ഫോമിനോട് നമുക്ക് ഉപാസനയും തോന്നും. As his heart melts with ecstatic love, he loves very loudly and cries or shouts. അതായത് ഉന്മാദം, ആ തലത്തിലുള്ള ഒരു വ്യക്തിക്ക് ഒരു ഭ്രാന്തനെ പോലെ, ഭക്തി മൂത്ത് ഭ്രാന്തായി എന്ന് പറയുന്നില്ലേ, ഓക്കെ, ഒരു ഭ്രാന്തന്റെ അവസ്ഥയായിരിക്കും. എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, ചില സമയത്ത് കരയും. ഇതെല്ലാം അഷ്ടസാത്വിക വികാരങ്ങൾ അവരുടെ ശരീരത്തിൽ കാണാൻ പറ്റും ഒരു ശുദ്ധ ഭക്തന്റെ. അപ്പൊ അവരെന്തും സംസാരിക്കും, എന്തും എങ്ങനെയും ഇതാക്കും. കാരണം അവര് ആ തലത്തിൽ എത്തിയിട്ടുള്ള ഭക്തന്മാരാണ്. ലൗഡ്ലി ക്രൈസ്, അപ്പൊ ഉറക്ക കരയും, ഷൗട്ട് ചെയ്യും, കടന്നുരുളും, നിലത്ത് കടന്നുരുളും. അതൊക്കെ ആ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ ജഗന്നാഥപുരിയിൽ എത്തിയപ്പോൾ തന്നെ ആ എക്സ്റ്റാറ്റിക് ലവ് സിംറ്റംസ് അവിടെ കണ്ടപ്പോൾ അദ്ദേഹം ഡാൻസ് ചെയ്യാൻ തുടങ്ങി, കടന്ന് ഉരുളാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് സർവഭൗമ ഭട്ടാചാര്യ അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുവന്നു, അല്ലേ. ഇതൊക്കെ അഷ്ടസാത്വിക വികാരമാണ്. പ്രഭുപാദ പല സമയത്ത് ഇത് പ്രദർശിപ്പിട്ടുണ്ട്. പക്ഷേ ഈ കൺട്രോൾസ് ഇറ്റ് ഈസ് വാണ്ട് ടു എക്സിബിറ്റ് ഇറ്റ് കുറച്ച് സമയമൊക്കെ. പക്ഷേ ഇമ്മീഡിയറ്റ്ലി കംസ് ടു ഹിസ് എക്സ്റ്റേണൽ കോൺഷ്യസ്നെസ്. ശുദ്ധ ഭക്തന്മാരുടെ സിംറ്റംസ് ആണ് ഇതൊക്കെ. So sometimes he sings and dances like a madman, for he is indifferent to the public opinion. He is indifferent. അതാണ് ഒരു ശുദ്ധ ഭക്തന്റെ നില. അപ്പോ കുലശേഖർ ആൾവാർ അങ്ങനത്തെ ഒരു ശുദ്ധ ഭക്തനാണ്. ഒരാളുടെ ക്രിറ്റിസിസത്തിനും അവയ്ക്കില്ല. അപ്പൊ നമ്മളും ആ തലത്തിലേക്ക് ഉയർന്ന് ഭഗവാന്റെ ഒരു ശുദ്ധ ഭക്തനായി തീർന്നാൽ നമുക്കും സൊസൈറ്റി വിൽ ബി ഇൻഡിഫറെന്റ്. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം how we take it up. ആ കൺവിക്ഷനും ആ സിൻസിയറിറ്റിയും ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ആ തലത്തിലേക്ക് ഉയരാം. ആ തലത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷനാണ്, ഒരു മോട്ടിവേഷനാണ് കുലശേഖർ ആൾവാർ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞത്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, जय गो प्रेमानंद। हरि हरि बोल। हरे कृष्णा।